ॐ भूर्भुवस्वाहा तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्। ॐ नमः शिवाय। ॐ भोलेनाथाय नमः। महादेव शम्भो शान्ति शान्ति ഓം. പ്രണയം അതൊരു വികാരമല്ല, മറിച്ച് അതൊരു പ്രപഞ്ചമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ വിരിയുന്ന ഒരു പുഷ്പം. മറ്റൊരാളുടെ ചിരിയിൽ നമ്മുടെ ലോകം തെളിയുന്ന ആ ഒരു നിമിഷം, അത് പ്രാർത്ഥനയാണ്, അതുപോലെ തന്നെ ദൈവികവുമാണ്. എന്നാൽ ആ സ്നേഹം നമുക്ക് തിരിച്ചു ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ശൂന്യത, അത് വിവരിക്കാനാവാത്തതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു വശീകരണത്തെക്കുറിച്ചോ മന്ത്രത്തെക്കുറിച്ചോ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ പ്രണയത്തെ എങ്ങനെ ശുദ്ധീകരിക്കാമെന്നും പ്രപഞ്ചത്തിൻ്റെ പോസിറ്റീവ് എനർജി ഉപയോഗിച്ച് ആ സ്നേഹത്തെ എങ്ങനെ നിങ്ങളിലേക്ക് അടുപ്പിക്കാമെന്നുമാണ്. സ്നേഹത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഓരോ ഹൃദയത്തിനുമായി ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു. ആത്മപ്രേമം പ്രണയത്തിൻ്റെ ആദ്യപടി. മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുൻപ് നാം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ലോകം ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾ മറ്റൊരാളിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയൂ. ദിവസവും രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം പുഞ്ചിരിക്കുക. ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനാണ്, തീർത്തും ഞാൻ യോഗ്യനാണ് എന്ന് മനസ്സിനോട് നിങ്ങൾ ഉച്ചരിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു കാന്തം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കും. സ്നേഹത്തിനു വേണ്ടി ഒരിക്കലും യാചിക്കരുത്, കാരണം അതൊരു ഭിക്ഷാടന പാത്രത്തിലേക്ക് ലഭിക്കുന്ന നാണയത്തുട്ടുകളല്ല. പകരം സ്നേഹത്തിൻ്റെ ഉറവിടമായി നിങ്ങൾ മാറുകയാണ് വേണ്ടത്. നിങ്ങൾക്കുള്ളിൽ അണപൊട്ടിയൊഴുകുന്ന നിരന്തരമായ സ്നേഹത്തെ കണ്ടെത്തുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാമദേവ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ്. തീർത്തും യാമങ്ങളിൽ മനസ്സിൻ്റെ നിശബ്ദതയിൽ, ശാന്തമായ അവസ്ഥയിൽ ഈ മന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ കാമദേവൻ അത് പ്രസാദിക്കപ്പെടുകയും നിങ്ങളുടെ ആവശ്യം സാധൂകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാമദേവ ഗായത്രി മന്ത്രം പ്രണയത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ദേവനായി കാമദേവനെ നാം ആരാധിക്കുന്നു. നമ്മുടെ ഉള്ളിലെ പ്രണയ തടസ്സങ്ങൾ നീക്കാൻ കാമദേവ ഗായത്രി ജപിക്കുന്നത് അതിവിശിഷ്ടമാണ്. ഇത് കേവലം വാക്കുകളല്ല, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾ പോലും ഉണർത്താൻ ശേഷിയുള്ള തരംഗങ്ങളായാണ് ഈ മന്ത്രം നിലകൊള്ളുന്നത്. മന്ത്രം: ഓം കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹി തന്നോ അനംഗ പ്രചോദയാത്. ഇത് അനുഷ്ഠിക്കേണ്ട രീതി: ശുദ്ധിയോടെ ഒരു ചിരാത് തെളിച്ചു വെച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിൽ ശാന്തമായി സ്മരിക്കുക. അവർ നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതായി സങ്കല്പിക്കുക. ഈ മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക.
41 ദിവസത്തെ ഈ സാധന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അടുത്തതായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മനസ്സുകളുടെ ഐക്യത്തെക്കുറിച്ചാണ്. അതായത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു രാധാകൃഷ്ണ ഭാവമുണ്ട്. പ്രണയത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത വിധം നമുക്ക് അടുത്ത് നിൽക്കുന്ന ഭാവമാണ് രാധാകൃഷ്ണ ഭാവം. ആത്മാക്കൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് രാധാകൃഷ്ണ പ്രണയം. വിരഹത്തിലും പ്രണയം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. ക്ലീം എന്ന ബീജമന്ത്രം പ്രണയത്തിന് ഏറ്റവും ശക്തിയേറിയതാണ്. ഇത് ജപിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയചക്രത്തിൽ പോസിറ്റീവ് സ്പന്ദനങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും സ്വാർത്ഥത പാടില്ല. അവർ എൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നതിലുപരി അവർ എവിടെയാണെങ്കിലും സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ ശുദ്ധമായ ചിന്തയാണ് സ്നേഹത്തെ തിരികെ കൊണ്ടുവരുന്നത്. അടുത്തതായി ഞാൻ സംസാരിക്കുന്ന കർമ്മവും സമർപ്പണവും എന്നതാണ്. പ്രണയത്തിൽ അത്യന്തം ഒഴിവാക്കാൻ പറ്റാത്ത വിധം അടുത്തതാണ് കർമ്മവും സമർപ്പണവും. മന്ത്രങ്ങൾ വഴി കാണിച്ചു തരും, എന്നാൽ നടക്കേണ്ടത് നിങ്ങളാണ്. സ്നേഹിക്കുന്ന വ്യക്തിയോട് മാന്യമായും സത്യസന്ധമായും പെരുമാറുക. അവരുടെ താല്പര്യങ്ങളെ ബഹുമാനിക്കുക. പ്രപഞ്ചത്തിന് എല്ലാം കൃത്യമായ സമയമുണ്ട്. നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. ഈ പ്രാർത്ഥനകൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാകട്ടെ. സ്നേഹം പൂത്തുലയുന്ന ഒരു വസന്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളെയും കണക്റ്റ് ചെയ്യുന്ന ജീവനും അജീവവുമായ സർവ വസ്തുക്കളെയും കണക്റ്റ് ചെയ്യുന്ന ഒരേയൊരു പ്രപഞ്ച സത്യം അത് പ്രണയം മാത്രമാണ്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ബന്ധിക്കപ്പെടുന്ന ഒരു അമൂല്യ സാഫല്യമാണ് പ്രണയം. അത് പിടിച്ചു പറിച്ചെടുക്കുകയോ നിർബന്ധപൂർവം നൽകപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. അത് നിങ്ങൾക്കുള്ളിൽ സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ അത് സ്വമേധയാ ഒഴുകിത്തുടങ്ങും. അതിന് ഒരു തടയണ ആകാതിരിക്കുക എന്നത് മാത്രമാണ് നാം ഓരോരുത്തരുടെയും കർത്തവ്യം. ഭാരതീയ തത്വശാസ്ത്രപ്രകാരം ഒഴിവാക്കാൻ പെടാത്ത ഒന്നാണ് പ്രണയം. നമ്മുടെ ശിവപാർവതി ബന്ധങ്ങളിലും രാധാകൃഷ്ണ അനുരാഗങ്ങളിലും നമ്മൾ അറിയുന്നത് ശരീരത്തിനപ്പുറത്തുള്ള ആത്മീയ പ്രണയങ്ങളെയാണ്. വികാരത്തിനും വിവേകത്തിനും നമ്മൾ അതിൻ്റേതായ സ്ഥാനം തന്നെ നൽകിക്കൊണ്ട്, എന്നാൽ അതിലുപരിയായി ദൈവത്തിലേക്കും ഈ പ്രപഞ്ചത്തിലേക്കുമുള്ള ഒരു യാത്രയാണ് പ്രണയം. ആ യാത്രയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആസ്വാദ്യകരമായി സഞ്ചരിക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.